ഹായ്, നമുക്കിന്നൊരു ബജ്ജി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കടലമാവ്, ഒരു 3 സ്പൂണ് കടലമാവും ഒരു അര ഗ്ലാസ് അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയും കടലമാവും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ടും ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒരു ലൈക്കൊക്കെ തരണേ. ആരും ഒന്നും പിടിച്ചു വെക്കല്ലേ. അപ്പോൾ അതിനകത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു സ്പൂൺ, 1.5 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർക്കാം. നമ്മൾ പിന്നെ കാശ്മീരി മുളകാണ്, അപ്പോൾ നമ്മൾ വേറെ കളർ പൊടി ഒന്നും ചേർക്കുന്നൊന്നുമില്ല. അതിനാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. അങ്ങനെ മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, കടലമാവ്, അരിപ്പൊടി ഇത്രയും ചേർത്താണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയണേ. അപ്പോൾ ഞാനങ്ങനെ അത്രയും സാധനം എടുത്തു. ഇനി നമുക്കത് നല്ലതുപോലെ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കി വെക്കാം. നമ്മുടെ ഇഡലി മാവ് ഉണ്ടാക്കത്തില്ലേ, ഇഡലി മാവിൻ്റെ ഒത്തിരി ലൂസും അല്ല കട്ടിയല്ലാത്ത രീതിക്ക് നമ്മൾ കലക്കുമല്ലോ. അപ്പോൾ അതുപോലെയാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയണേ. മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കടലമാവും അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ്. ഞാനൊരു 2 കായാണ് എടുത്തിരിക്കുന്നത്. 2 കായും 4 മുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചേക്കുവാണ്. ഇനി അത് റെഡിയാക്കി ഉണ്ടാക്കാൻ നേരം നമുക്കത് പൊളിച്ചാൽ മതിയല്ലോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഇഡലി മാവിൻ്റെ ആ പരുവത്തിൽ വേണം നമ്മളതൊന്ന് ഇളക്കിയെടുക്കാൻ. അപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് കലക്കാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ തൽക്കാലം. 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നമ്മൾ കുറച്ച് വെള്ളം നമുക്കതിന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കട്ടിയായി പോകരുത്. ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുറേശ്ശെ ഇതെടുക്കാം. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. കട്ടയൊക്കെ ഉടച്ചെടുത്ത് നല്ലതുപോലെ ഞാൻ സ്പൂണിട്ടാണ് കലക്കുന്നത്. ചിലർക്ക് ചിലപ്പോൾ കൈയിട്ട് കലക്കുന്നത്, ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പൂണിട്ടാണ് ഞാനത് കലക്കുന്നത്. അങ്ങനെ ഞാൻ നല്ലതുപോലെ കലക്കി കണ്ടല്ലേ പരുവം. ഈ പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നതെന്ന് പറയണേ. ഇനി ഇതിനാരും കുറ്റം പറയല്ലേ. അങ്ങനെ ഞാൻ നല്ലതുപോലെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കായെല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് തോരനൊക്കെ വെച്ച്, കാരണം ഒത്തിരി വെള്ളം ആവണ്ടെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെയെല്ലാം റെഡിയാക്കി വെച്ച്. ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ എണ്ണ അടുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓയിൽ അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. അത് ഞാൻ നല്ലപോലെ ആവശ്യത്തിനെടുത്തിട്ടിട്ട് നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഞാൻ നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. പിള്ളേരിപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാണ്. കുട്ടികൾ വരുമ്പോൾ അവർക്ക് വൈകിട്ട് കൊടുക്കാനൊരു 4 മണി പലഹാരം അതിലേക്കാണ് ഉണ്ടാക്കിയത്. അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് വേണം നമുക്കിനി മുട്ട ഉണ്ടാക്കാൻ. രണ്ടും കൂടെ ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ മുട്ട പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബജ്ജിയുടെ കൂടെ നമ്മൾ മുട്ട എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുട്ട ഇട്ടത്. അത് ആദ്യം ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി. അതിന് ബാക്കി ഇരുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റപ്പാക്കി വെച്ചു. അപ്പോൾ നല്ല മൊരാന്നിരിക്കുന്ന നല്ല ചൂടിപ്പം ഒരു ബജ്ജി ഉണ്ടാക്കി. നമ്മുടെ നല്ല കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.